നമുക്ക് ഈ വീഡിയോയിൽ ഡിഫാൾട്ട് ആർഗ്യുമെന്റ്സ് എന്താണെന്ന് കാണാം. ഗെറ്റ് സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ചെയ്യുക, അതിലോട്ട് കൊടുക്കുന്ന നമ്പേഴ്സിനെ എല്ലാം ആഡ് ചെയ്യാണ്. ഒന്നുകിൽ ആ ഫംഗ്ഷന് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എങ്ങനെ എഴുതാൻ പറ്റുകയെന്ന് നമുക്ക് നോക്കാം. ഡെഫ് ഗെറ്റ് സം എ ബി സി ഈക്വൽ ടു 0 പ്രിന്റ് എ പ്ലസ് ബി പ്ലസ് സി. ഇവിടെ എയും ബിയും സിയും എന്ന് പറഞ്ഞ 3 നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗെറ്റ് സം 1 of 2 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ സി ഈക്വൽ ടു 0 എന്നുണ്ട്. ഇതൊരു ഡിഫാൾട്ട് ആർഗ്യുമെന്റ്. ഡിഫാൾട്ട് വാല്യൂ സിയുടെ 0 ആയിരിക്കും. നിങ്ങൾ സി പാസ് ചെയ്തില്ലേ, സിയുടെ വാല്യൂ 0 ആയിരിക്കും. എ ഇവിടെ പാസ് ചെയ്തു, എയുടെ വാല്യൂ 1 ആയി, ബിയുടെ വാല്യൂ 2 ആയി. എന്നിട്ട് 1 + 2 + സി, സി എത്രയാണ്? 0. 1 + 2 + 0, അങ്ങനെ നമുക്ക് 3 കിട്ടി. ഗെറ്റ് സം 1 2 3 എന്ന് കൊടുക്കുക. അവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ സിയുടെ വാല്യൂ 0 ആയിരുന്നു, അതിനെ സിയുടെ വാല്യൂ 3 ആക്കി മാറ്റി. നമ്മൾ 3 പാസ് ചെയ്തപ്പോൾ 3 അങ്ങോട്ട് കൊടുത്തപ്പോൾ, ഗെറ്റ് സം എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനിലോട്ട് കൊടുത്തപ്പോൾ, ഗെറ്റ് സം 1 2 3 എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 2 ആണ്, സിയുടെ വാല്യൂ 3 ആയി. ഇവിടെ 3 പാസ് ചെയ്തോണ്ട്. സി പാസ് ചെയ്തില്ലെങ്കിൽ അതിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ നമുക്ക് 1 + 2 + 3 ചെയ്തിട്ട് 6 കിട്ടി. ഇവിടെ ഡിഫാൾട്ട് ആർഗ്യുമെന്റ് ആണ് സി എന്ന് പറയുന്നത്. സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ നമ്പർ കൊടുത്തില്ലേ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗെറ്റ് സമ്മില് 3 മൂന്നാമത് ഒരു നമ്പർ കൊടുത്തില്ലല്ലോ, 3 കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് സിയുടെ വാല്യൂ 0 ആയിട്ട് തന്നെ എടുത്തു. അതാണ് ഡിഫാൾട്ട് ആർഗ്യുമെന്റ്സിൽ സംഭവിക്കുന്നത്. നമുക്ക് ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് എങ്ങനെയായിരിക്കും ചെയ്യുക? ഡെഫ് ഗെറ്റ് സം ബി ഈക്വൽ ടു 0. ഒരു നമ്പർ മാത്രമുള്ളതിൽ ഗെറ്റ് സം ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? 1 തന്നെ കിട്ടും. ഇവിടെ എയുടെ വാല്യൂ 1 ആയി, ബിയുടെ വാല്യൂ 0 ആയി, സിയുടെ വാല്യൂ 0 ആയി. അതുകൊണ്ട് 1 + 0 + 0, അങ്ങനെ നമുക്ക് 1 എന്ന് ഔട്ട്പുട്ട് കിട്ടി. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഡെഫ് ഗെറ്റ് സം എ ഈക്വൽ ടു 0 ബി സി ഈക്വൽ ടു 0. നമ്മൾ പാസ് ചെയ്യുന്നത് ബി ആണ്. എയും സിയും ഉണ്ടല്ലോ, ഡിഫാൾട്ട് ആർഗ്യുമെന്റ് ആയിട്ടുണ്ടല്ലോ. ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു റൂൾ ഉണ്ട്, നോൺ ഡിഫാൾട്ട് ആർഗ്യുമെന്റ് ഫോളോസ് ഡിഫാൾട്ട് ആർഗ്യുമെന്റ്. എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതൊരു ഡിഫാൾട്ട് ആർഗ്യുമെന്റ് എ എന്ന് പറഞ്ഞ ഡിഫാൾട്ട് ആർഗ്യുമെന്റ് കഴിഞ്ഞിട്ട് നോൺ ഡിഫാൾട്ട്, ഇതൊരു ഡിഫാൾട്ട് ആർഗ്യുമെന്റ് അല്ല, ഈക്വൽ ടു ഇട്ടിട്ട് ഒന്നും എഴുതിയിട്ടില്ലല്ലോ, ഫോളോ ചെയ്തു. നോൺ ഡിഫാൾട്ട് ആർഗ്യുമെന്റ് കഴിഞ്ഞിട്ട് വന്നു. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഇത് എററായിപ്പോയി. ഈ ഒരു കേസ് എപ്പോഴും ഓർത്ത് വെക്കുക. ഡിഫാൾട്ട് ആർഗ്യുമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിഫാൾട്ട് ആർഗ്യുമെന്റാ. ഡിഫാൾട്ട് ആർഗ്യുമെന്റ് കഴിഞ്ഞാൽ നോൺ ഡിഫാൾട്ട് ആർഗ്യുമെന്റ് വരാൻ പാടില്ല. ഇനി നമുക്ക് വേറൊരു ഫംഗ്ഷൻ കാണാം. ആ ഫംഗ്ഷൻ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ജസ്റ്റ് പ്രിന്റ് മാത്രമേ ചെയ്യുള്ളൂ. ഡെഫ് പ്രിന്റ് നമ്പർ എ ബി സി, പ്രിന്റ് എ പ്രിന്റ് ബി പ്രിന്റ് സി. നമുക്ക് സിയും ബിയും ഓരോ ഡിഫാൾട്ട് ആർഗ്യുമെന്റ് ആക്കി വെക്കാം. പ്രിന്റ് നമ്പർ 1 എന്ന് കൊടുത്താൽ എന്തായിരിക്കും വരിക? എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 2, സിയുടെ വാല്യൂ 1. പ്രിന്റ് നമ്പർ 1 3 4 എന്ന് കൊടുത്താലോ? എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 3, സിയുടെ വാല്യൂ 4. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, അതേ ഓർഡറിലാണ് നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുക്കുന്ന അതേ ഓർഡറിലാണ് ഇവിടെ നമ്പേഴ്സ് അസൈൻ ആവുന്നത്. ഇവിടെ 1 3 4 എന്ന് കൊടുത്തു,
അന്നേരം എയുടെ വാല്യൂ 1 ആയി, ബിയുടെ വാല്യൂ 3 ആയി, സിയുടെ വാല്യൂ 4 ആയി. നമുക്ക് ഈ ഓർഡർ മാറ്റി കൊടുക്കണം. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. പ്രിന്റ് നമ്പർ എ ഈക്വൽ ടു 2 കൊടുക്കാം, സി ഈക്വൽ ടു 1 കൊടുക്കാം, ബി ഈക്വൽ ടു 2 കൊടുക്കാം. ഇവിടെ ഞാൻ എ കഴിഞ്ഞാൽ പിന്നെ സി ആ കൊടുത്തത്, അത് കഴിഞ്ഞാൽ ബി കൊടുത്തത്. എയുടെ വാല്യൂ എത്രയാ? 2 വന്നു, ബിയുടെ വാല്യൂ 2 വന്നു, സിയുടെ വാല്യൂ 1 വന്നു. ഇങ്ങനെ നമുക്ക് ഫങ്ഷൻസിനെ കോൾ ചെയ്യാം.